ആദ്യം ഇതിൻ്റെ പടി വെക്കുന്ന 2 പീസ് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അത് നേരെ അതിന് തുമ്പ് കാണാത്ത രീതിയിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു അടിവും കൂടി അടിച്ചു കൊടുക്കാം. ഇങ്ങനൊരു ഭാഗം നമ്മൾ അടിച്ചെടുത്തു. അതിനുശേഷം ഈ ഒരു എൻഡിൽ നമ്മൾ നാട പിടിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഫോൾഡ് ചെയ്ത് അടിക്കാൻ കൂടി വേണമല്ലോ. അപ്പോൾ ഈ ഒരു 2 ഇഞ്ചിൽ ഒരു മാർക്കിങ് കൊടുക്കുക. അവിടെ ഒരു കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ 2 അറ്റത്തുള്ളത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ അറ്റം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ 2 ഇഞ്ച് അവിടെ എത്തിയിട്ട് അതുപോലെ മറ്റേ സൈഡും ഉൾഭാഗത്തേക്ക് ആ ഒരറ്റം ഒരു 2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് അടിക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് കണ്ട. അപ്പോൾ ഇത് നേരെ ഈ ഒരു ചെറിയ ഫോൾഡ് ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഇത് തുമ്പ് കാണാതിരിക്കാൻ ഒന്നും കൂടെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത്രയും ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ പടിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 6 ഇഞ്ചിൽ നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ടും കൊടുക്കണം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അത് ചെറുതായിട്ടൊന്ന് ആദ്യം ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒരു ഫോൾഡും കൂടെ ഒരു നാട കടന്നു പോകാനുള്ള രീതിയിലുള്ള ഒരു ഫോൾഡും കൂടെ ചെയ്തിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചെയ്തതിന് ശേഷം ഈ 2 അറ്റവും നമുക്ക് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു നാടയിടുന്ന ഭാഗം അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട. അത് അവിടെ വിട്ടിട്ട് നമ്മളിവിടെ 2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടം വരെ. അപ്പോൾ ഇവിടെ നിന്ന് മുതൽ താഴോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കും. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താലും മതി. അതിനുശേഷം ഒന്ന് നിവർത്തി വെച്ചിട്ട് ഇതുണ്ട് ഇതേപോലെ ബെൻഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കും. പടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാ ഇതുപോലെ ഉണ്ടാവും. ഇനി നമ്മുടെ പുറത്ത് ഒരു സ്റ്റിച്ചേ കാണുള്ളൂ. ഇതുണ്ടോ. ഇനി നമുക്ക് കാലിൻ്റെ ലെങ്ത്തിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ആംഗിൾ റൗണ്ടിൻ്റെ ഭാഗം ചെയ്യാം. ഇതിൻ്റെ നല്ല വശമാണോ മോശം വശത്താണ് നമ്മൾ ഒരു ക്യാൻവാസിൻ്റെ പീസ് ഒരു അടിയിലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ അതിനൊരു കട്ടി തുണിയായാലും വെച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ക്യാൻവാസ് ആയാലും വെച്ച് കൊടുക്കുക. ഞാനൊരു ചെറിയ പീസ് എനിക്കിവിടെ 6.5 ഇഞ്ചിലുള്ള 6.5 അതായത് 13 ഇഞ്ച് എടുത്തുള്ള ഒരു ക്യാൻവാസ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ഇനി നല്ല ഭാഗത്ത് നമുക്കിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ സിഗ്സാഗ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ എന്തെങ്കിലും വേണമെങ്കിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വിടുകയും ചെയ്യാം. ഞാനിവിടെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇതുപോലെ നല്ല ഭാഗത്ത് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം.
ഇനി ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിൽ ആണ് നമ്മളിനി അടുത്ത സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് നല്ല ഭാഗം, ഇത് മോശം ഭാഗം. അതിൽ മടക്കി വെച്ച് നമുക്ക് എത്രയാണോ ആംഗിൾ റൗണ്ട് വേണ്ടത് അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 6.5 മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കൂടെ 1 ഇഞ്ച് ആണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു രീതിയിൽ അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം. അതേപോലെ അടുത്ത കാലിൻ്റെ തുണിയും ചെയ്തിട്ട് വരാം. നമ്മളിതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടിൻ്റെയും ക്രോച്ച് ഏരിയ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയും 2 ക്രോച്ച് ഏരിയ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ രണ്ടിൻ്റെ ഓരോ സൈഡ് വെച്ചിട്ട് ക്രോച്ച് ഏരിയൻ്റെ സെൻറ്റർ പോർഷൻ കറക്റ്റായിട്ട് പിടിക്കുക. അതിനുശേഷം ഇതുണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് അടിച്ചു കൊടുക്കാം. 2 ഭാഗം ഇതുപോലെ അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനെ കണക്കാക്കിയിട്ട് നമ്മുടെ വേസ്റ്റ് ബാൻഡിന് കണക്കാക്കിയിട്ടാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ വേസ്റ്റ് ബാൻഡ് ഇത്രയേ ഉള്ളൂ. ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ സൈഡും ഇതേപോലെ ഈ സൈഡും ഇത്രയും എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 പോർഷനും ഇതേപോലെ പ്ലീറ്റ് ഇട്ടിട്ട് ഇതിനെ കണക്കാക്കി കൊണ്ടുവരണം. പിന്നെ സെൻട്രൽ പോർഷനിൽ പ്ലീറ്റ് ഇടുന്നവരും ഉണ്ട്. ഞാൻ സൈഡിലാണ് ഇപ്പോൾ പ്ലീറ്റ് ഇടാൻ പോകുന്നത്. സെൻറ്ററിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അത് ഒരാളുടെ ഇഷ്ടം പോലെ. ഈ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു മാർക്കിങ് വെച്ച് കൊടുക്കുക. ഈ പടി വെച്ചിട്ട് അത് മാറ്റിയിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മിഡിൽ പോർഷൻ ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അപ്പുറത്തെ ഭാഗത്തും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ഭാഗത്ത് ഈ പ്ലേറ്റുകൾ തമ്മിൽ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വേണം പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ. നമ്മൾ എന്നിട്ട് ഈ പ്ലേറ്റ് ഇട്ടതിന് ശേഷം ഈ പടി വെച്ച് നോക്കുക. നമുക്ക് എക്സ്ട്രാ കുറച്ച് കൂടുതലാണെങ്കിൽ 2 പ്ലേറ്റും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി നമ്മൾ ഈ പടിയുടെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇതാണ്, നാട വെക്കേണ്ട ഭാഗം. അതും ഈ ക്രോച്ച് ഏരിയൻ്റെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ മോശം ഭാഗവും വരുന്ന രീതിയിൽ ഉള്ളോട്ട് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ആയിരിക്കണം ഉണ്ടാവണത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ റൗണ്ടിൽ അടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിച്ച് ഉള്ളിലൂടെയും പിന്നെ ഇത് തിരിച്ചിട്ട് നല്ല ഭാഗത്തും കൂടി ഒരു സ്റ്റിച്ച് പുറത്തു കൂടെ പതിച്ചടിക്കുകയും കൂടി ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ്. ഇനി ഇതിനകത്തേക്ക് നാട നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. നാട നമുക്ക് വാങ്ങാൻ റെഡിമെയ്ഡായിട്ടും കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് തുണീനെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഞാനിതുപോലെ ഒന്നുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇടാം. നമുക്ക് പ്ലീറ്റ്സ് കണ്ടോ, ഇതേപോലെ ഫേസ് ടു ഫേസ് വരുന്ന വിധത്തിൽ വേണം ഫ്രണ്ടിൽ വരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിൻ്റെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ഭംഗിയിൽ അവിടെ നിന്നോളും. ഇതിൻ്റെ തയ്യൽ തുമ്പ് മേലോട്ടാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതിൻ്റെ ഈ അറ്റം നമുക്ക് മേലോട്ട് ആക്കിയിട്ട് വേണം ചെയ്യാൻ.
ഇതാണ് 41 ഇഞ്ച് നമ്മുടെ പാൻറ്റ് ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വീതിയുണ്ട്. അപ്പോൾ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.